ആർദ്ര മിസ് ആണ്. ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, പെനിൻസുലാർ പ്ലാറ്റു. എന്തായിരുന്നു പെനിൻസുലാർ പ്ലാറ്റു? ആസ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, ഇറ്റ് ലുക്സ് ലൈക്ക് എ പിസ്സ സ്ലൈസ്, റൈറ്റ്? യെസ്, എന്താണ് ഇത്? ഇവിടെ ഇന്ത്യയിലൊരു ഈ ഒരു ഏരിയയിലായിട്ട് കാണുന്ന ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെനിൻസുലാർ പ്ലാറ്റു എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു പെനിൻസുലാർ പ്ലാറ്റുവിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ് അല്ലെ? എന്തൊക്കെയായിരുന്നു? സെൻട്രൽ ഹൈലാൻഡ് ആൻഡ് ഡെക്കൻ പ്ലാറ്റു. ഓക്കെ, എന്താണ് സെൻട്രൽ ഹൈലാൻഡ് ആൻഡ് ഡെക്കൻ പ്ലാറ്റു? എന്തായിരുന്നു ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത? ഈ പെനിൻസുലാർ പ്ലാറ്റുവിന്റെ അപ്പർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ഹൈലാൻഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിന്റെ ലോവർ പാർട്ട് എന്താണ്? യെസ്, ഡെക്കൻ പ്ലാറ്റു. എന്താണ്? അപ്പർ പാർട്ട് ആരാണ്? സെൻട്രൽ ഹൈലാൻഡ് ആൻഡ് ദ ലോവർ പാർട്ട് ഇസ് കോൾഡ് യെസ് ഡെക്കൻ പ്ലാറ്റു. അപ്പോ എന്താണ് സെൻട്രൽ ഹൈലാൻഡ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സെൻട്രൽ ഹൈലാൻഡ് എന്താണ്? സെൻട്രൽ ഹൈലാൻഡ് ദേ ലൈ ടു ദ നോർത്ത് ഓഫ് നർമ്മദ റിവർ. അപ്പൊ ഇവിടെയാണ് ഈ നർമ്മദ റിവർ. നർമ്മദ റിവറിന്റെ നോർത്തേൺ പാർട്ടിലാണ്, നോർത്തേൺ ഏരിയ അല്ലെങ്കിൽ റീജിയനിലാണ് ഈ സെൻട്രൽ ഹൈലാൻഡ് കാണപ്പെടുന്നത്. അപ്പോ ആദ്യം നമ്മൾ നർമ്മദ റിവർ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആര് വരുന്നത്? ആര് കാണുന്നത്? ആര് ഫ്ലോ ചെയ്യുന്നത്? നർമ്മദ റിവർ കാണുന്നത്. ആൻഡ് ഇതിന്റെ നോർത്തേൺ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് യെസ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. അപ്പോൾ നർമ്മദ റിവറിന്റെ നോർത്ത് ആരാണ്? യെസ്, സെൻട്രൽ ഹൈലാൻഡ് ആണല്ലേ. ആൻഡ് അത് മാത്രമാണോ സെൻട്രൽ ഹൈലാൻഡിന്റെ പ്രത്യേകത? അല്ല, ഒരുപാട് പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് MCQ സീരീസ് ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9th CBSEക്ക് വേണ്ടിയിട്ട് നിഞ്ച ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ്, സ്ലൈഡ്സ്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, നമ്മളെല്ലാവരും ആണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യുക? നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. നല്ല ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. നർമ്മദ റിവറിന്റെ നോർത്തേൺ പാർട്ടിലാണ് സെൻട്രൽ ഹൈലാൻഡ് എന്നുള്ളത് മാത്രമല്ല ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ പ്രത്യേകത എന്തുകൂടിയാണ്? ദേ ആർ ബൗണ്ടഡ് ബൈ ദ മൗണ്ടെയ്ൻസ് ലൈക്ക് ആരവല്ലി, ദെൻ വിന്ധ്യ റേഞ്ച്, മാൽവ ആൻഡ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ആരൊക്കെയാണ് ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്? യെസ്, ആരൊക്കെയാണ്? ദേ ആരവല്ലി. ഈ ഒരു ഏരിയയിലായിട്ടാണ് നമുക്ക് ആരവല്ലി റേഞ്ചസ് കാണാൻ പറ്റുക. ദെൻ വിന്ധ്യ, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആൻഡ് ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് ഓക്കെ സെൻട്രൽ ഹൈലാൻഡിന്റെ ഈസ്റ്റേൺ പാർട്ടിലൊക്കെ ഈ ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആണ്. ആൻഡ് അത് മാത്രമല്ല അതിനൊരു സ്ലോപ്പ് എന്ന് പറയുന്നത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഡിറക്ഷനിലാണ്. എന്താണ് ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ സ്ലോപ്പ് വരുന്നത് അല്ലേ? സെൻട്രൽ ഹൈലാൻഡിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ്. ഈ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡിറക്ഷനിലാണ് സെൻട്രൽ ഹൈലാൻഡിന്റെ സ്ലോപ്പ് വരുന്നത്. ഇത് മാത്രമല്ല, സെൻട്രൽ ഹൈലാൻഡ് മാത്രം പഠിച്ചാൽ മതിയോ? യെസ്, ഡെക്കൻ പ്ലാറ്റ്യൂ ഉണ്ടല്ലേ. എന്താണ് പെനിൻസുലാർ പ്ലാറ്റ്യൂന്റെ ഇതാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എങ്കിൽ ഇതിന്റെ അപ്പർ പാർട്ട് ആരായിരുന്നു? സെൻട്രൽ ഹൈലാൻഡ് ആയിരുന്നു അല്ലേ? യെസ്, സെൻട്രൽ ഹൈലാൻഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ലോവർ പാർട്ട് ആരാണ്? യെസ്, ഒബ്വിയസ്ലി ഡെക്കൻ പ്ലാറ്റു ആണല്ലേ. ഡെക്കൻ പ്ലാറ്റു ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു പിസ്സ സ്ലൈസിന്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഹൈലാൻഡ് ആൻഡ് ലോവർ പാർട്ട് ഇസ് ഡെക്കൻ പ്ലാറ്റു. ഇപ്പൊ ഡെക്കൻ പ്ലാറ്റുവിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ലുക്സ് ലൈക്ക് എൻ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ അല്ലേ. എന്താണ്? ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ ലാൻഡ് മാസിന്റെ ഷേപ്പ് എന്ന് പറയാൻ നോക്കിയേ. ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ? യെസ്, ആൻഡ് ദേ ലൈ ടു ദ സൗത്ത് ഓഫ് ദ നർമ്മദ റിവർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി എന്തായിരുന്നു? ഈ നർമ്മദ റിവറിന്റെ നോർത്തേൺ പാർട്ടിലായിരുന്നു ആരുള്ളത്? സെൻട്രൽ ഹൈലാൻഡ് ഉള്ളത്. ആൻഡ് അപ്പോ സദേൺ പാർട്ടിൽ ഒബ്വിയസ്ലി ആരായിരിക്കും? യെസ്, ഡെക്കൻ പ്ലാറ്റു ആയിരിക്കും അല്ലേ. അത് മാത്രമല്ല ദേ ആർ ബൗണ്ടഡ് ബൈ ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്. ഇതിന്റെ ഒരു ബൗണ്ടറി ആയിട്ട് അല്ലെങ്കിൽ ഇതിന് ചുറ്റും കാണപ്പെടുന്ന ഒരു ലാൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ആരാണ്? യെസ്, വെസ്റ്റേൺ ഗട്ട് ഉണ്ട് ആൻഡ് പിന്നെ എന്താണ്? ഈസ്റ്റേൺ ഗട്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ദ സാച്ചുറേഷൻ റേഞ്ച് ഫ്ലാങ്സ് ഇറ്റ്സ് ബ്രോഡ് ബേസ് ആൻഡ് നോർത്ത്. അതായത് യെസ്, ഇതാണ് സെൻട്രൽ ഹൈലാൻഡ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതാണ് സെൻട്രൽ ഹൈലാൻഡ് എങ്കിൽ ഇതിന്റെ ഡെക്കൻ പ്ലാറ്റു ഈ ഏരിയയിലാണല്ലേ വരുന്നത്. ഈ ട്രയാങ്കുലർ ഷേപ്പിൽ കാണുന്ന ഡെക്കൻ പ്ലാറ്റുവിന്റെ നോർത്തേൺ സൈഡ് എന്ന് പറയുന്നത് എന്താണ്?
കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന അല്ലെ. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് കുറച്ച് ബ്രോഡ് ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ആൻഡ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രോഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഡെക്കൻ പ്ലാറ്റൂല് ഉറപ്പായിട്ടും ഓർത്ത് വെക്കേണ്ട 2 പോയിന്റ് കൂടെ ഉണ്ട്. The Deccan Plateau is higher in the west and slope gently towards east. Okay, അതായത് നമ്മൾ നേരത്തെ സെൻട്രൽ ഹൈലാൻഡിന്റെ ഒരു സ്ലോപ്പ് എങ്ങനെയാണ്, ഏത് ഡിറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഈ സെയിം കാര്യമാണ് ആരുടെ കേസിലും, യെസ്, ഡെക്കൻ പ്ലാറ്റൂവിന്റെ കേസിലും. ഇതിന്റെ സ്ലോപ്പ് വരുന്നത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ സ്ലോപ്പ് വരുന്നത് എങ്ങനെയാണ്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഓക്കെ, അത് മാത്രല്ല, ഈ ഡെക്കൻ പ്ലാറ്റൂവിന്റെ കുറച്ച് പാർട്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും, മേഘാലയയില് കാർബി ആങ്ക്ലോഗ് എന്ന പേരിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാർബി ആങ്ക്ലോഗ് എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഡെക്കൻ പ്ലാറ്റൂവിന്റെ ചെറിയൊരു പാർട്ട് കാണാം. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കച്ചാർ ഹിൽസ് എന്ന് പറഞ്ഞ വേറൊരു ഹില്ലിന്റെ പേരിലും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കൻ പ്ലാറ്റൂവിന്റെ കുറച്ച് പാർട്സ് അറിയപ്പെടുന്നുണ്ട്. എവിടെയാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് പെനിൻസുലർ പ്ലാറ്റൂവിലെ 2 ഡിവിഷൻസ് ആയിട്ടുള്ള സെൻട്രൽ ഹൈലാൻഡും ഡെക്കൻ പ്ലാറ്റൂ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, എസ്എ ക്വസ്റ്റ്യൻസും ആയിട്ട് ചോദിക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ച് നല്ല വൃത്തിയിൽ ആൻസർ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.